അയാളും എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ദൈവമാണ്. അയാൾ എന്ത് ചെയ്തു പറഞ്ഞാൽ എന്നെ ആ പണി പഠിപ്പിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, നീ ആരോട് പറയണ്ട, നീ എന്റെ കൂടെ നിന്നോ, ഞാൻ പഠിപ്പിച്ചതാ പറഞ്ഞു. പിന്നെ അയാളുടെ കൂടെ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച മനുഷ്യനാണ്. അപ്പൊ അയാളുടെ കൂടെ നമ്മൾ നിന്ന് ഈ പണി പഠിച്ചു. അങ്ങനെ ആയി നമുക്ക് പിന്നെ നമ്മൾ എന്തെങ്കിലും ആവണത്തിൽ ഒരു വർഷം അവിടെ ജോലി ചെയ്തു. പിന്നീടാണ് പത്രം നമ്മളെ എല്ലാ ദിവസം പത്രം നോക്കുന്നത്. പത്രത്തിൽ ഒരു വേക്കൻസി ആണ് ബംഗ്ലാദേശിലേക്ക് ക്യൂസികളെ ആവശ്യമുണ്ട്. ബംഗ്ലാദേശ്, ഓക്കെ ശരി നോക്കാം എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിലെ ക്യൂസി ആണ്. അപ്പൊ നമ്മൾ നേരെ സെന്റ് മാർട്ടിൻ ഹോട്ടൽ ബാംഗ്ലൂരിൽ, അവിടെയാണ് ഇന്റർവ്യൂ. എപ്പിക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ് ഇന്റർവ്യൂ. അപ്പൊ നമ്മൾ അവിടെ എത്തി. നല്ല 3 സ്റ്റാർ ഹോട്ടൽ. അപ്പൊ 3000 രൂപ ശമ്പളമേ ഉള്ളൂ. എവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ച് ഒരു ഷൂ ഒക്കെ പഠിച്ച് നമ്മൾ ഒരു ബാഗൊക്കെ മേടിച്ചിട്ട് അവിടെ എത്തി ഇന്റർവ്യൂവിൽ പോയി. ഇന്റർവ്യൂവിൽ പോകുമ്പോഴത്തേക്ക് എല്ലാം വമ്പൻ ടീമുകളാണ്. എല്ലാം ലിഫ്റ്റ് നിറങ്ങിയ പിള്ളമാരാണ്. ഇവരെ കാണുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് കണ്ടാലേ അറിയാം എല്ലാം പഠിച്ച അത്രയും നോർത്ത് ഇന്ത്യൻസുണ്ട്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ അടുത്ത് നമ്മളെ വിളിക്കാൻ ഉള്ളിലേക്ക് കയറിയ സമയത്ത് അയാളുടെ വീസ ഉണ്ടവരെ മനസ്സിലായി അയാൾ മലയാളിയാണ്. കാരണം നല്ല കട്ടി വീസയാണ്, ഉറപ്പ മലയാളിയാണ്. ഓക്കെ, ഇയാള് ഇംഗ്ലീഷ് തന്നെ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് ആദ്യം ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ ഇയാളോട് ലേശം കന്നഡയൊക്കെ പറഞ്ഞു. ഇയാൾക്ക് എന്ത് കന്നഡ അറിയാം? അയാൾ ബംഗ്ലാദേശ് 10-25 വർഷമായിട്ട് ഉള്ളൊരു മനുഷ്യൻ. അയാൾ ആ കമ്പനിയുടെ HR മാനേജറാണ്. പിന്നെ ഇയാളെ മലയാളിയാണെന്ന് ഉറപ്പായത് കൂടിയിട്ട് ഞാൻ എന്തായിരുന്നു, ഇയാളെ ഇംഗ്ലീഷ് കിട്ടും, നമുക്ക് ഈ പറയുന്നത് മനസ്സിലാവും. തിരിച്ച് പറയാൻ നമുക്ക് പറ്റായിരുന്നു. തിരിച്ച് ഞാൻ ഇയാൾക്ക് മലയാളത്തിൽ പറയും. അപ്പൊ ഇയാളെ പുച്ഛഭാവത്തിൽ ഇങ്ങനെ നോക്കും. പിന്നെ ആദ്യം ഇംഗ്ലീഷ് ചോദിക്കും, ഞാൻ മലയാളത്തിൽ പറയും. അവസാനം ഇയാളെ ഗതി നിർത്തി. ഇയാൾ പറഞ്ഞു, മോളെ എന്തെങ്കിലും എന്ത് പണിയായിരുന്നു കാര്യമില്ല, നീ ഭാഷ പഠിക്കാത്ത ഒരു രക്ഷയില്ല, നീ ഭാഷ പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ എന്നോട് പറഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ആദ്യം ഇവിടെ ഇന്റർവ്യൂ ഉണ്ടാവും, നീ അന്നേരം വന്നോ. 3 മാസം കഴിയുമ്പോൾ ഓരോരോ 3 മാസം കൂടുമ്പോൾ 3 മാസം കഴിഞ്ഞു. അപ്പം പോയി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേർന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേർന്നപ്പോൾ സമയത്താണ് ഈ ഗ്രാമർ ഉണ്ടല്ലോ, അയക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ക്യാൻ പറയുന്ന കന്നാസാണ്. അപ്പം ഈ പറയുന്നത് ഇത് ഈ ഗ്രാമർ പഠിക്കുക നമ്മൾ കുട്ടിക്കൊല്ലുന്നത് തുല്യാണ്. അപ്പൊ ഇതെന്തായാലും നടക്കൂലെന്ന് ഉറപ്പായി. ഗ്രാമർ കുറച്ച് സാങ്കേതികളൊക്കെ പഠിച്ചു. 3 മാസം കഴിഞ്ഞു. കാരണം നമ്മൾ ടെക്നിക്കലായിട്ട് ഇയാളെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്, അത് നമുക്ക് അറിയുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ഇയാൾ ടെക്നിക്കൽ ഒന്നും ചോദിക്കുന്നില്ല. ഇയാളും സാഹിബ പുറത്തെ ഇംഗ്ലീഷാണ്. കാരണം മലയാളികൾ കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന പിന്നെ സാഹിബാണ്. അപ്പം പിന്നെ 3 മാസം കഴിഞ്ഞ് ആദ്യം ഇന്റർവ്യൂ അപ്ലൈ ചെയ്തു. അതിലും പരാജയപ്പെട്ടു. അയാൾ അന്നേരം ഒരു ഉപദേശം തന്നു, നീ ഇംഗ്ലീഷ് സിനിമ കാണണം, ഇംഗ്ലീഷ് സിനിമ കാണണം. അത് നല്ല ഹെഡ്ഫോൺ വെച്ച് ഇംഗ്ലീഷ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്റെ ലാംഗ്വേജ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് അയാളൊക്കെ ഉപദേശം കിട്ടും. അത് പ്രകാരം നമ്മൾ ഇത് കണ്ടു. പിന്നീട് വന്ന ഇന്റർവ്യൂവിലും 3ാമത്തെ ഇന്റർവ്യൂവിലും ഞാൻ പരാജയപ്പെടുകയും ചെയ്തു. കാരണം ഇയാളുടെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇയാൾ എന്നെ പോലത്തെ ഒരാളെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം അയാൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പൊ അവിടെ എത്തി എനിക്ക് അവിടുത്തെ ലാംഗ്വേജ് സംസാരിക്കാൻ അറിയില്ല. കാരണം അവിടെ എല്ലാം ഈ ലിഫ്റ്റൊക്കെ കഴിഞ്ഞു വരുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഇയാളുടെ ഇന്റർവ്യൂ നമ്മൾ പൈസ കൊടുത്ത് കയറിയാണോ എന്ന വരെ ചോദ്യം വരും. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നീ ലാംഗ്വേജ് പഠിക്കാതെ ചെയ്താൽ. അതിനുശേഷം ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു ദിവസം ഇയാൾ എന്നെ വിളിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഭയങ്കര ബന്ധമായിരുന്നു. എന്റെ പേര് പറയാ, എന്റെ ജാതകവും നക്ഷത്രവും ഇയാളെ കയ്യിൽ കിട്ടി. അപ്പൊ നമ്മൾ ഭയങ്കര സന്തോഷം. പിന്നെ 3ാമത്തെ ഇന്റർവ്യൂവിന് മുമ്പ് ഞാൻ ഒരു പാക്കറ്റ് ലഡും ഇയാളൊക്കെ പറയും. ബാംഗ്ലൂരിൽ ഈ ചിപ്സൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന പറയും, നമ്മൾ ഈ ചിപ്സൊക്കെ പഠിച്ചാൽ കൊടുക്കും, പൈസ ഒക്കെ തരും. അങ്ങനെ ഒരു ദിവസം ഇയാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ബംഗ്ലാദേശിൽ ചിറ്റഗോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു വേക്കൻസി ഉണ്ട്, ഞങ്ങളുടെ കമ്പനി തന്നെയാണ്. ആ വേക്കൻസി നിങ്ങളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ ഡാക്കിലേക്ക് പാസ്പോർട്ടൊക്കെ ചെയ്ത് വരും. അപ്പോഴാണ് എന്റെ പേരിലുള്ള 14 കേസിൽ ഈ കേസ് ഉണ്ട്, എന്റെ പാസ്പോർട്ട് ശരിയല്ല എന്ന് സംസാരിക്കും. പിന്നെ ആദ്യം പോയി ഈ കേസും കാര്യങ്ങളും പോയി ആ പാർട്ടിക്കാരെ, ഞാൻ ഏത് പാർട്ടിയാണ്, ഞാനൊന്നും എതിർ പാർട്ടി ഏതാണെന്ന് പറയുന്നില്ല, അതിലേക്ക് പോയി കണ്ട് എല്ലാവരും സഹായിച്ച് കേസുകളൊക്കെ റെഡിയാക്കി സെറ്റിലാക്കി പാസ്പോർട്ട് കിട്ടി ബംഗ്ലാദേശിലേക്ക് പോയി. ബംഗ്ലാദേശിലെത്തിയ ദിവസം, കാരണം ഈ കമ്പനിക്ക് മെയിൻ ഓഫീസ് ഡാക്കയിലും ഇതിന്റെ ബ്രാഞ്ച് ഓഫീസ് ചിറ്റഗോങ്ങിലുമാണ്. ചിറ്റഗോങ്ങിൽ ഒരു എംപ്ലോയി മാത്രമേ ഉള്ളൂ. ഡാക്കയിൽ ഏകദേശം 10-13ഓളം എംപ്ലോയീസ് ഉണ്ട്. ചിറ്റഗോങ്ങിലുള്ള ഒരു എംപ്ലോയി മലയാളിയാണ്. കാരണം ചിറ്റഗോങ്ങിൽ 1-2 ഫാക്ടറികൾ കല്യാണ്. അപ്പൊ ഇയാളെന്ത് ചെയ്ത് പറഞ്ഞാൽ മലയാളിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാല് ഈ ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇയാളെന്ത് ചെയ്ത് പറഞ്ഞാൽ വന്ന ദിവസം തന്നെ ഡാക്ക എയർപോർട്ട് പിക്ക് ചെയ്തു. അപ്പോൾ തന്നെ അന്നത്തെ ദിവസം തന്നെ പാക്ക് ചെയ്തു ഇവിടുത്തെ ചിറ്റഗോങ്ങിലേക്ക്. അങ്ങനെ ഞാൻ $400 ആ കമ്പനിയിൽ, എപ്പിക് എന്ന് പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി എടുത്തത്.
ആ 400 ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു 2007 ആകുമ്പോഴത്തേക്ക് ഏകദേശം 3500 ശമ്പളത്തിലേക്ക് എത്തി. അങ്ങനെ ഞാൻ 2007 ആകുമ്പോഴത്തേക്ക് ബംഗ്ല നന്നായി സംസാരിക്കാൻ തുടങ്ങി. കാരണം ഇംഗ്ലീഷ് ഒരുവിധം കുഴപ്പമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി, ഹിന്ദിയും നമുക്ക് അറിയാം. അങ്ങനെ 2009 ഞാൻ 2007 ആ കമ്പനി വിട്ടു. പിന്നെ എനിക്ക് ഹിന്ദിയിലേക്ക് ഒരു ഓഫർ വന്നു. 2009 ഞാൻ അവിടുത്തെ ഒരു ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ടിപ്പു മുർഷി, അന്ന് അയാൾ MP ആണ്. അയാളുടെ കമ്പനിയിൽ ഞാൻ ക്വാളിറ്റി മാനേജറായിട്ട് എനിക്കൊരു ജോലി കിട്ടിയാണ് 2009. അങ്ങനെ ഞാൻ 2009 തൊട്ട് 2015 വരെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തു. അങ്ങനെ ബംഗ്ലാദേശിലെ നമുക്ക് പിന്നെ സുഭാഷ് സാർ പറഞ്ഞതുപോലെ നമുക്ക് ബംഗ്ലാദേശിൽ നല്ല ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി. കാരണം MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇവിടുത്തെ പോലത്തെ അങ്ങനെ ഒരു MP അല്ല, അവര് മസ്താന്മാർ കൂടിയാണ്. മസ്താന്മാർ എന്ന് പറഞ്ഞാൽ ടൗൺ അടക്കം അടക്കി ഭരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അദ്ദേഹം അമേരിക്കയുടെ നേതാവ് കൂടിയാണ്. അപ്പൊ അയാളുടെ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ട് ഇയാളെ ചെയ്യുന്നതിന് ഇയാളുടെ കൂടെ തന്നെ നമ്മൾ മുന്നിൽ, കാരണം ഇയാൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. നമുക്ക് ധാക്ക എന്ന് പറയുന്ന ടൗണിൽ നമുക്ക് ഏകദേശം അറിയാത്ത ആൾക്കാർ ഇല്ല, ഒരുവിധ ആൾക്കാരൊക്കെ നമുക്ക് പരിചയമായി, അത് ബംഗാളികൾ. അങ്ങനെ 2016 ഞാൻ ധാക്ക എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് ധാക്ക എയർപോർട്ടിൽ ഞാൻ നാട്ടിലേക്ക് വരികയാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ചൈനക്കാരൻ പരിചയപ്പെട്ടു. ഒരു ചൈനക്കാരൻ എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ ഉള്ളൊരു ചൈനക്കാരനെ പരിചയപ്പെട്ടു. അപ്പൊ അയാളെ പരിചയപ്പെട്ട് ഞാൻ അവരോട് സംസാരിച്ചു, എന്താണ് നിങ്ങൾ വരാൻ കാരണം എന്ന്. അപ്പൊ അയാളെ പറഞ്ഞു, ഞാൻ കുറച്ച് കോട്ട്, അതായത് ബ്ലേസേഴ്സ്, ജാക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബംഗ്ലാദേശിൽ വരുന്ന കൊടുക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും എനിക്ക് ഫാക്ടറി സെറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്കറിയാം ജെസിയിലൊക്കെ എല്ലാവരും കോട്ടെല്ലാം ഇടുന്ന ആൾക്കാരാണ്. ഈ കോട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മിഷനറീസ് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മളിവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കോട്ട് ശരിയായ കോട്ടല്ല അത്. കാരണം പറഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് കോട്ടുകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് മെഷീനറീസും ഒരുപാട് പ്രോസസ്സും കഴിഞ്ഞു വരുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഫാക്ടറികൾ ബംഗ്ലാദേശിൽ കുറവാണ്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന ടെക്നീഷ്യന്മാരും ബംഗ്ലാദേശിൽ കുറവാണ്. അപ്പൊ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളോട് സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഇങ്ങനെയുള്ള ഫാക്ടറികൾ എനിക്ക് ഇവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനത് ഹെൽപ്പ് ചെയ്യാം, വേണമെങ്കിൽ നമ്മളൊരു ഫാക്ടറി ഫാക്ടറിയെ സഹായിക്കാം. അപ്പൊ എല്ലാവരോട് പറഞ്ഞു, അപ്പൊ നമ്മൾ എയർപോർട്ട് നടന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നേരെ ചൈനയ്ക്ക് വരാൻ പറ്റും, ചൈനയ്ക്ക് നമ്മളോട് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ തലയിലെത്തുമ്പോൾ ചെറിയൊരു കത്ത് കത്തി. കാരണം നമ്മൾ ഈ നിമിത്തത്തിലും ഈ സമയത്തിലൊക്കെ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ടൈമാണ് മനുഷ്യനെ മാറ്റുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, അപ്പൊ ചൈനയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ചൈനയിലേക്ക് പോകുമ്പോൾ അവിടെ ഇവരിങ്ങനെ കുറെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂ ഉണ്ടായിട്ട് നമുക്ക് അങ്ങനെ വരാൻ ആ സമയത്തായില്ല 2015. അപ്പൊ ഞാനൊരു ദുബായിലുള്ള ഒരു സുഹൃത്തുണ്ട്, അയാൾ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാളെയും കൂടി ഞാൻ ചൈനയിൽ പോയി. അയാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. വേറെ ഗവൺമെന്റിനെ കുറിച്ച് എനിക്ക് ABC അറിയില്ല. ടെക്നിക്കലായിട്ട് ഞാൻ ഫിറ്റാണ്. എനിക്ക് ടെക്നിക്കലായിട്ട് അവരെന്നെ എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരാളെ നിങ്ങളുടെ ഡ്രസ്സിന് എന്തൊക്കെയാണ് പ്രശ്നം വരുന്നത് ഒറ്റ നോട്ടത്തിലേക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് എനിക്കുണ്ട്. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ചൈനയിൽ പോയി. ചൈനയിൽ പോയ സമയത്താണ് ഇവരെല്ലാവരും ഇരിക്കുന്നത് വലിയൊരു കമ്പനിയാണെന്ന് എനിക്ക് അങ്ങനെ മനസ്സിലാക്കണം. കിംഹായി എന്ന് പറയുന്ന ഇപ്പൊ ഞാൻ ഇട്ട ഈ ഡ്രസ് അടക്കം മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കോട്ടും എല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവര് പിന്നെ ഒരു ജർമ്മനി, അതുപോലെ തന്നെ സാറ എന്ന് പറഞ്ഞ ബ്രാൻഡുകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. സാറ, പിന്നെ നമ്മുടെ ഒന്നിരണ്ടാവിലെ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾക്കൊക്കെ ചെയ്യുന്ന മാംഗോ പറഞ്ഞ ബ്രാൻഡുകൾക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഓഫീസ് അടവ് തന്നെ നമുക്ക് ടെൻഷൻ, അത്രയും വലിയ ഓഫീസാണ്. അപ്പൊ ഇവരെന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഏത് സ്ഥാപനം, എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ പേര്? അപ്പോഴാണ് നമ്മൾ ചോദിച്ചു, ഇങ്ങനെ കമ്പനിയൊക്കെ വേണമല്ലേ, എന്നാലും മാത്രമല്ല ഇതൊന്നും അറിയില്ല നമ്മൾ. അപ്പൊ പെട്ടെന്ന് ഞാൻ സമയം കൂടുതൽ പെട്ടെന്ന് എന്തായെന്ന് പറഞ്ഞാൽ ഇവര് കമ്പനിയുടെ പേര് ചോദിച്ച സമയത്ത് പെട്ടെന്ന് എന്റെ അച്ഛൻ ആണ് സ്വാതന്ത്ര്യ സേനാനിയാണ്. അപ്പൊ നമ്മൾ ചെറിയ ഒരു കട്ട കൊണ്ട് കെട്ടിയ ഒരു വീടാണ് ഇത് പണ്ടിടെ. അപ്പൊ നമ്മളത് ഈ കട്ട മണ്ണ് കട്ട നമ്മളിങ്ങനെ ഇതല്ലോ മണ്ണ് കട്ട ഉണ്ടാകും. ഈ മണ്ണ് കട്ട ഉണ്ടാക്കുമ്പോൾ നമ്മളെ കുട്ടികൾ എന്തെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കട്ട ഇറങ്ങുമ്പോൾ ഇങ്ങനെ
എഴുതും, പേരെഴുതും. അപ്പൊ ഇത് കട്ട ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ പേര് ഇങ്ങനെ കാണും. അപ്പൊ ഞാൻ അന്നേരം എഴുതും AKC എന്ന് എഴുതും, അതായത് അഭിലാഷ് കരിച്ചേരി ചൂണ്ട. അപ്പൊ എന്റെ അച്ഛനുണ്ട്, അവൻ ബിജു കരിച്ചേരി വീട്ടിൽ എഴുതും. അപ്പൊ പെട്ടെന്ന് എന്തായി പറഞ്ഞാൽ ഇയാൾ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ AKC എന്ന് പറഞ്ഞു, കമ്പനിയുടെ പേര്. എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ പേര്? AKC എന്ന് പറഞ്ഞു. അതിന്റെ ഫുൾ പേര് എന്താണെന്ന് ചോദിച്ചില്ല, ഫുൾ പേര് പണിയാവും. അപ്പം അതിന്റെ ഫുൾ പേര് പിന്നീട് ഞാൻ ഇട്ടത് അപ്പാരൽ ആൻഡ് നീറ്റ് കണക്ഷൻസ് ആക്കി, അതിന്റെ പേര് AKC എന്നുള്ളത് പിന്നീട് ആക്കി. ഈ AKC എന്ന് പറഞ്ഞതിന് കൂടെ ഞാൻ ഇന്റർനാഷണൽ കൂടെ ചേർത്ത് അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യം AKC ഇന്റർനാഷണൽ. അപ്പൊ അതിനുശേഷം ഇയാൾ എന്ന് ചോദിച്ചു ആരെ ഇതിന്റെ ശരിക്കും ഓണർ ആരാന്ന് ചോദിച്ചു. എന്റെ കൂടെ മറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. അവൻ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാൻ വേണ്ടി വന്ന, കാരണം അവനെന്തോ പറയാം, അവന് ടെക്നിക്കലായി ഞാൻ പറയുന്നത് തർജ്ജമ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ പറയുന്നതെല്ലാം ചെറിയ വാക്കുകൾ പറഞ്ഞാൽ മതി. അപ്പൊ അന്നേരം പെട്ടെന്ന് എന്റെ അമ്മയുടെ അച്ഛന്റെ പേര് രാമൻ എന്നാണ്, എന്റെ അച്ഛന്റെ പേര് ഗോപാലൻ. രണ്ടുപേരും മരിച്ചു. ഞാൻ രാം ഗോപാലൻ. ഒരടിക്ക് അത് രാം ഗോപാലന്റെ ഓണറിന്റെ പേര് വന്നു. ഓക്കെ, ശരി, വരും. അപ്പൊ ഇവരെന്താ ചൈനക്കാരുടെ പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇവർ എഴുതി വെക്കും. നിങ്ങൾ എന്ത് പറഞ്ഞോ ഒരു മീറ്റിംഗിൽ എന്ത് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ കുത്തും കോമയും വിടാതെ അവരത് എഴുതി വെക്കും. അപ്പൊ ഈ രാം ഗോപാലൻ എന്ന് പറഞ്ഞ് അതിനുശേഷം ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ നമുക്ക് ഏകദേശം എനിക്കൊരു 10,000 പീസ് നല്ല ഒരു പാന്റിന്റെ ഓർഡർ ഇരിക്കുന്നു. അപ്പൊ ഓർഡറിനായി നമ്മൾ ചെയ്യുന്നതിന് ഉറപ്പായി. അങ്ങനെ അവിടുത്തെ ഈ പറഞ്ഞ പേരും ഈ ടെൻഷൻ ഇതെല്ലാം ആയല്ലോ. എന്റെ പേരും എനിക്കറിയാം, ഇത്രയല്ല. രാം ഗോപാലന്റെ പേരറിയാം, അഭിലാഷന്റെ പേരറിയാം, മറ്റേ ആളുടെ പേരറിയാം. വന്നാണ് ഇത്രയും പറഞ്ഞ് നമ്മൾ അവിടുന്ന് തിരിച്ച് ഇവിടെ എത്തിയ സമയത്താണ് ഇത് എങ്ങനെയാണ് കമ്പനി രജിസ്ട്രേഷൻ എന്താണെന്ന് അറിയില്ല. അന്നേരമാണ് ഞാൻ ഡിഫൻസ് ചെയർമാനായിട്ട് TV രാജേഷ് MLA ഞാൻ വിളിക്കുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു കമ്പനി രജിസ്ട്രേഷൻ ഇത് എങ്ങനെ ചെയ്യുക. അപ്പൊ അദ്ദേഹം എനിക്ക് ജേക്കബ് ജോർജ് പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ജേക്കബ് ജോർജ് കമ്പനി AKC എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. കമ്പനി രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഈ മെയിൽ ഐഡി ഇപ്പൊ രാംഗോപാലിന്റെ അച്ഛനും മരിച്ചു, അപ്പൊ മെയിൽ അഡ്രസ് ആക്കുള്ളൂ, ഇവരെ ജീവിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പം എന്തെങ്കിലും ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തു AKC ഇന്റർനാഷണൽ പേരിൽ. അതിലെന്തെന്ന് പറഞ്ഞാൽ അച്ഛൻ രാംഗോപാൽ AKC ഇന്റർനാഷണൽ, അഭിലാഷ് AKC ഇന്റർനാഷണൽ, എന്റെ അച്ഛന്റെ പേര് രാഘവൻ AKC ഇന്റർനാഷണൽ, അമ്മയുടെ പേര് കാർത്തിയാനിയുടെ നീ അങ്ങ് മാറ്റി കാർത്തി AKC ഇന്റർനാഷണൽ. ഇങ്ങനെ കുറെ ഇമെയിൽ അഡ്രസ് ആക്കി ഒരു ലാപ്ടോപ്പ് മേടിച്ചു. ഒരു ലാപ്ടോപ്പ് വാങ്ങി ഞാൻ തന്നെ രാംഗോപാൽ, ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോ എന്തായാലും കമ്പനി ഇന്റർനാഷണൽ രാംഗോപാൽ അങ്ങ് അയക്കും. അപ്പൊ പിന്നീട് നമ്മൾ ടെക്നിക്കലായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കഷനൊക്കെ വരാൻ തുടങ്ങി. വരുന്ന സമയത്ത് ഇടയ്ക്ക് അഭിലാഷത്തെ പ്രത്യക്ഷപ്പെടും. അപ്പൊ രാംഗോപാൽ പെട്ടെന്ന് സൈൻ ഔട്ട് ആക്കും, പെട്ടെന്ന് അഭിലാഷ് കയറും, അഭിലാഷിലേക്കും ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. ഇടയ്ക്ക് രാംഗോപാൽ അഭിലാഷിന്റെ ചീത്തയൊക്കെ പറയും. അപ്പൊ അവർ കാണുന്നതിനോട് സിമ്പതി തോന്നും. അതെന്റെ കുട്ടിയായിരിക്കും, അവരുടെ കുട്ടിയായിരിക്കും, എങ്കിലും രാംഗോപാലിന്റെ ചീത്ത പറയുമ്പോൾ എന്റെ ചീത്ത പറയും. അങ്ങനെ നമ്മൾ എന്തായി പറഞ്ഞാൽ ഈ ചൈനക്കാരുടെ ഒരു വിശ്വാസം നമ്മൾ നേടിയെടുക്കും. പക്ഷെ അതിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള പണി കൃത്യമായിട്ട് അറിയാം. അതാണ് ബാക്കിയുള്ള കാര്യങ്ങളും നമുക്കറിയില്ല. ഇതൊക്കെ ഒരു നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നീട് എന്താ പറഞ്ഞാൽ ഒരു 2020 വരെ നമുക്ക് കോട്ടിന്റെ നല്ലൊരു ബിസിനസ് എനിക്ക് കിട്ടി. ഒരു പക്ഷെ ഒരു സംരംഭകൻ കിട്ടുന്നതിലും ഏറ്റവും ടോപ്പായിട്ട് എനിക്ക് അഭിമാനത്തോടു കൂടി പറയും, ബംഗ്ലാദേശിൽ ബിസിനസ് തുടങ്ങിയ ആദ്യത്തെ മലയാളി ഞാൻ. പ്രശ്നങ്ങളൊക്കെ ഇല്ല ബംഗ്ലാദേശില്. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെയുള്ള ഫാക്ടറികളിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഇപ്പോൾ കാണാൻ ഞാൻ ചെയ്ത പ്രൊഡക്റ്റുകൾ വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്നത്. ആ പ്രൊഡക്റ്റ് ചെയ്ത് അതിനുശേഷം മലയാളികളൊക്കെ ഇപ്പോൾ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ മലയാളികൾ ആരും വന്നിട്ടില്ല. അങ്ങനെ 2020 എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബ്രാൻഡായിട്ടുള്ള ആദിത്യ ബിർള ഇതിന്റെ കോട്ട് നിർമ്മിക്കാനുള്ള അവരുടെ ഏജന്റ് ആയിട്ട് നമ്മൾ മാറുകയാണ്. 2020 വരുന്നു. പിന്നീട് കൊറോണ വരുന്നു. കൊറോണയ്ക്ക് ശേഷം ഈ കോട്ടിന്റെ സെയിലുകൾ നമുക്ക് കുറയുന്നു, സ്വാഭാവികമാണ്. കാരണം പറഞ്ഞാൽ പിന്നീട് എല്ലാം ഓൺലൈൻ മീറ്റിംഗ് ആണ്, കോട്ട് ആവശ്യമില്ല, വീട്ടിലാണ് മീറ്റിംഗ്. അപ്പം ഇത് ബിസിനസ് കുറഞ്ഞ സമയത്ത്
പിന്നീട് നമ്മൾ പതുക്കെ കേരളത്തിലെ മാർക്കറ്റ് എങ്ങനെയുണ്ട് എന്ന് നോക്കി. അങ്ങനെ കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളുമായി അത് നമ്മുടെ ബിസിനസ് രഹസ്യം തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. അങ്ങനെ ആ കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ വർഷം എൻ്റെ അച്ഛൻ മരിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ. അപ്പൊ ഞാനൊരു കുറച്ചൊരു ഗ്യാപ്പ് കാണും, 10-23 വർഷമായിട്ട് ഇതിന്റെ അപ്പൊ ഒരു ഗ്യാപ്പ് എടുക്കണമെന്ന് വിചാരിച്ച് ഒരു ആ സമയത്താണ് കേരള ദിനേശ് എന്നെ ബന്ധപ്പെടുന്നത്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, നിങ്ങൾ നാട്ടില് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് അഡ്വൈസ് തരണം എന്ന് പറഞ്ഞിട്ട് എന്റെ CEO ആയിട്ട് നമ്മൾ ചുമതല എടുക്കുന്നത്. ദിനേശിനെത്തിയ സമയത്താണ് ശരിക്കും നമ്മള് പിന്നെ കാരണം എനിക്ക് നാടുമായിട്ട് അങ്ങനെ വലിയൊരു ബന്ധമോ നാട്ടിലെ തൊഴിലാളികളെ കുറിച്ച് എനിക്ക് അങ്ങനെ അറിയോ, ഇവിടെയൊക്കെ ഭയങ്കര തൊഴിൽ സമരങ്ങള് കാര്യങ്ങള് ഇങ്ങനെയുള്ളൊരു ഇതാണ് നമ്മുടെ മൈൻഡ്. പക്ഷെ ദിനേശ് എത്തിയ സമയത്താണ് എനിക്ക് മൊത്തത്തിൽ ഇതിനെ കുറിച്ചൊരു മാറ്റം തോന്നിയത്. കാരണം ദിനേശിലെ തൊഴിലാളികളെ, അതായത് തയ്ക്കൽ തൊഴിലാളി ഇതേപോലത്തെ സ്ത്രീകൾ തന്നെയാണ് ബംഗ്ലാദേശിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഈ സ്ത്രീ തൊഴിലാളികളാണ് മാക്സിമം ഉണ്ടാവുന്നത്. അപ്പൊ ദിനേശിന് നമ്മൾ എത്തിയ സമയത്താണ് ഇത്രയും മനോഹരമായി സ്റ്റിച്ച് ചെയ്യുന്ന തൊഴിലാളികൾ നമുക്കുണ്ട് എന്ന് മനസ്സിലായത്. കാരണം ഇതിന് അത്രയും ടോപ്പ് ബ്രാൻഡുകൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കഴിവുള്ള തൊഴിലാളികൾ. ഞാൻ തിരുപ്പൂരിലൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. തിരുപ്പൂരിലുള്ള ഫാക്ടറിനെക്കാളും വളരെ അച്ചടക്കത്തോടു കൂടി ചെയ്യുന്ന തൊഴിലാളികളാണ് നമുക്ക് കൂടിയുള്ളത്. പക്ഷെ നമ്മൾ അത് ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആരോ അതിനെ ചേഞ്ച് ചെയ്യാണ്. കാരണം ഇവിടെ സമരമാണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആരോഗ്യവും ഇതിനെ നമ്മുടെ ശരിക്കും നമ്മുടെ ഈ ഒരു മാർക്കറ്റിനെ ശരിക്കും മാറ്റിക്കൊണ്ടുപോകാണ്. നമ്മുടെ ഇവിടെയുള്ള തൊഴിലാളികൾ, ഞാൻ എന്റെ അനുഭവത്തിൽ പറയാം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ദിനേശ് ഓഡിറ്റോറിയത്തിന് മുകളിലും അതുപോലെ തന്നെ ചെറുവത്തൂരുള്ള യൂണിറ്റിലും, ഞാൻ വേറെ എവിടെ യൂണിറ്റ് പോയില്ല, പല യൂണിറ്റുകളും ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ മാത്രം ഞാൻ സന്ദർശിച്ചുള്ളൂ. ഈ 2 യൂണിറ്റ് പോയപ്പോൾ എനിക്കുണ്ടായിരുന്ന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ടെക്നിക്കലായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അവര് സ്റ്റിച്ച് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബ്രാൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് അവർ സ്റ്റിച്ച് ചെയ്യുന്നത്. അത്തരം കഴിവുള്ള തൊഴിലാളികളാണ് നമ്മുടെ കൂടെയുള്ളത്. അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അവിടെ നിന്നാണ് ഈ തൊഴിലാളികളെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. 8 മാസം ഞാൻ ദിനേശ് ജോലി ചെയ്തു. പക്ഷെ നമുക്കറിയാം, സഹകരണ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിലകളിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. കാരണം നമുക്ക് ആവുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. 8 മാസം കൊണ്ട് വീണ്ടും ഞാൻ എന്റെ ബംഗ്ലാദേശിലേക്ക് ഞാൻ പോയി. ബംഗ്ലാദേശിൽ ഞാൻ എന്റെ പ്രൊഡക്റ്റ് തുടങ്ങി. അപ്പൊ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡിന് ചെയ്യുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ മിക്ക ബ്രാൻഡുകളും ശിമാട്ടിയായാലും കല്യാണായാലും എൻസ്റ്റേലായാലും ഇവർക്കൊക്കെ നമ്മളെ വ്യക്തിപരമായിട്ട് അറിയാം. അപ്പം അങ്ങനെ ഒരു കേരളത്തിൽ മറ്റൊരു ബ്രാൻഡ് നമ്മളെ വിളിക്കുക അവരുടെ പ്രൊഡക്റ്റ് ബംഗ്ലാദേശിൽ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ അവരുമായിട്ട് എറണാകുളത്ത് പോയി മീറ്റിംഗ് ചെയ്തു. മീറ്റ് ചെയ്ത സമയത്ത് അവരുടെ പ്രൊഡക്റ്റുകൾ ബംഗ്ലാദേശ് ചെയ്യാൻ ഫാനിലായ സമയത്താണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മാക്സിയാണ്. ആ ബ്രാൻഡിന്റെ പേര് എൻസ്റ്റൈൻ എന്നാണ്. നിങ്ങളൊക്കെ കേൾക്കണം, എൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടാണ്. അവർ വളരെ മനോഹരമായിട്ട് ബിസിനസ് ചെയ്യുന്ന അത്രയും നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്താണ് പിന്നെ അതിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ നമുക്ക് ഇപ്പൊ വീടുകളിൽ കൊണ്ടുകൊടുത്ത് കട്ട് ചെയ്ത് വീടുകളിൽ കൊണ്ടുകൊടുത്ത് വീടിന് സ്റ്റിച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് കുറെ ഓപ്പറേറ്റർ പറഞ്ഞില്ല, കുറച്ച് ഓപ്പറേറ്റർ. അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് ക്ലിക്കായി. അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പിറവത്തും തൃശ്ശൂർ പോയി യൂണിറ്റുകളൊക്കെ സന്ദർശിച്ചു. നമുക്ക് ഓരോ ദിവസം പുതിയ പുതിയ ഐഡിയാസ് ചിന്തിക്കുന്നതാണ്. പിന്നെ അത് ലോസ് ആണെങ്കിലും ഇതായാലും പ്രശ്നമില്ല, നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ തൃശ്ശൂർ ഇവിടെ പോയ സമയത്ത് മനസ്സിലായത് ഈ വീടുകളില് സ്ത്രീകൾ ആണ് ഇത് ചെയ്യുന്നത്. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം സ്ത്രീകളുണ്ട്. ഒന്ന് തൊഴിലുറപ്പിനൊക്കെ പോകുന്ന സ്ത്രീകളുണ്ട്, മറ്റൊരു ഗവൺമെന്റ് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, മറ്റേ ഈ ഷോപ്പുകളിലൊക്കെ പോകുന്നുണ്ട്. വേറെ വിഭാഗം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ അടച്ച് കൂട്ടിക്കിടക്കുന്ന സ്ത്രീകൾ. ഭർത്താവിന് താല്പര്യം ഉണ്ടാവില്ല അവളെ ജോലി കൂടാൻ വേണ്ടി, ഭർത്താവിന് ഈഗോ പ്രശ്നം ഉണ്ടാവും, ജോലിക്ക് പോകാൻ വേണ്ടി. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇവര് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അവർക്ക് ഈ സാധനം എത്തിച്ചു. അപ്പൊ അവർക്ക് എന്തായി രാവിലെ 8 മണിക്കോ 9 മണിക്കോ ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രൊഡക്റ്റിലേക്ക് അവർക്ക് വീട്ടിൽ ഒരു പിക്ചർ ഉണ്ടായാൽ ബാക്കി അതിന്റെ തുണിയും നൂലും കാര്യങ്ങളും എല്ലാം എത്തി. അങ്ങനെ ആ ഒരു പ്രോസസ്സ് വൈകുന്നേരം വേണമെങ്കിൽ അവർ 5-10 പീസ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസത്തേക്കുള്ള ഒരു നല്ല വരുമാനം അവർക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് എനിക്ക് ശരിക്കും ക്യാച്ച് ചെയ്തു. കാരണം അത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രാപ്തിക്കാം. തൃശ്ശൂർ പോലെയുള്ള ഒരു ജില്ലയിൽ നമുക്ക് ചെയ്യുമ്പോൾ കണ്ണൂർ കാസർഗോഡ് പോലെ ഇതുപോലെ
തൊഴിലാളികള് നമുക്ക് പരിചയമുണ്ട്. ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധത അടക്കമുള്ള ഈ 2 ജില്ലയില് നമുക്ക് എന്തുകൊണ്ട് പ്രാവർത്തികമാക്കി കൂടാ എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്താണ് ഞാൻ ഒരു ദിവസം ബംഗ്ലാദേശിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കൽക്കട്ട എയർപോർട്ടിൽ വെച്ച് ഇവരെ മീറ്റിംഗ് ചെയ്ത് പോവാണ്. കൽക്കട്ട എയർപോർട്ടിൽ വെച്ച സമയത്ത് ഒരു വാട്സാപ്പിൽ ഒരു ആരുടെ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. അതായത് വീട്ടിൽ സ്വന്തമായിട്ട് തയ്യൽ മെഷീനുള്ള ബ്രാൻഡഡ് വസ്ത്രങ്ങൾ തയ്ക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുമ്പോൾ എന്റെ ഭാര്യ നമ്പർ കൊടുക്കും. അപ്പൊ എന്റെ ഭാര്യ കുറച്ച് ഫ്രസ്ട്രേഷൻ, കാരണം എന്റെ ഭാര്യ വീട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ 3 കുട്ടികളുണ്ട്. അതിനുശേഷം നീ വീട്ടിൽ തന്നെ ഇരുന്നു, അതാണ് എന്റെ ജോലിയൊക്കെ. വീട്ടില് ആകെ മൊത്തത്തില് ഭാര്യയും ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യക്ക് ഒരു പണിയാലേ ചെയ്യാൻ നോക്കിയാൽ ഭാര്യയുടെ നമ്പർ വെച്ച് കൊടുത്ത് ആ മെസ്സേജ് വിട്ട് ഞാനങ്ങനെ ബംഗ്ലാദേശിൽ പോയി രാവിലെ പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ് ഭാര്യയോട് ചോദിച്ചത് എനിക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്രയും കോൾ വരാൻ തുടങ്ങി. അതായത് രാവിലെ 6 മണി തൊട്ട് സ്ത്രീകൾ വിളിക്കാൻ തുടങ്ങി. ഇതെന്താ സംഭവം, ഇതെങ്ങനെയാണ്, എവിടെയാണ് നമ്മൾ എപ്പോഴാണ് വരേണ്ടത് ചോദിച്ചാൽ അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് കാരണം ഇത്രയും ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഡാക്കിയത് വീണ്ടും നാട്ടിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ മുകളിൽ എനിക്ക് ഒരു ചെറിയൊരു സാമ്പിൾ സെക്ഷൻ ഉണ്ട്, ഒരു മെഷീനും കാര്യങ്ങളും. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു സാമ്പിളൊക്കെ അടിച്ചു നോക്കണം. കാരണം ഡാക്കിയത് ചിലപ്പം അവരെ ഡിസൈനർമാരെ വിളിച്ച് ആ സമയത്ത് നമുക്ക് പറയാൻ സമയത്ത് ഒന്ന് അടിച്ചു നോക്കാനൊക്കെ നമുക്ക് ഒരു മെഷീൻ ഉണ്ട്. പെട്ടെന്ന് ഞാൻ ചെയ്തു പറഞ്ഞാൽ വ്യവസായ വകുപ്പിനെ സമീപിച്ച സമയത്ത് ഒരു 10 മെഷീൻ വൈഫിന്റെ പേരിൽ പിടിക്കാൻ നോക്കി. അപ്പൊ ആ വ്യവസായ വകുപ്പിന്റെ എന്തും പറയാം, വ്യവസായ വകുപ്പിന്റെ അത് അപ്രൂവൽ ആണെങ്കിൽ അവര് വരണമെങ്കിൽ കുറെ സമയം എടുക്കും. അതുകൊണ്ട് ഒരു 1 ലക്ഷം രൂപ കൊടുത്തൊരു 5 മെഷീൻ പെട്ടെന്ന് 5 മെഷീൻ മേടിച്ച് 5 മെഷീനാണ് കിട്ടും. ഞാൻ പറഞ്ഞു നമുക്കിത് നടന്നില്ലെങ്കിലും വേണ്ടില്ല, ഇത്രയും ആള് വിളിച്ച സ്ഥിതിക്ക് ഇവരെയൊക്കെ വിളിച്ച് നമുക്കൊന്നൊരു ട്രെയിനിങ് നോക്കാം, ഇവരെങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് ഒരു ഡേറ്റ് കൊടുത്തു വരാൻ വേണ്ടി. ആ ഡേറ്റ് കൊടുത്ത സമയത്ത് ഏകദേശം 10-500ഓളം ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരിക. അത് നമ്മുടെ വീടും പറമ്പും മൊത്തം നിറഞ്ഞ ആൾക്കാരെ. ഇത് കല്യാണം കൂടാണോ മരണത്തിലാണോ പുറത്ത് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി കാരണം അങ്ങനെ വന്ന് നമ്മൾ അതിൽ നിന്ന് ഓരോ ആൾക്കാരോട് ഈ ഫ്രണ്ട് പാനൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു. അടിച്ച സമയത്താണ് നമുക്ക് മനസ്സിലായത് അതിൽ നമ്മൾ A, B, C എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസ് ചെയ്യും ഓപ്പറേറ്റർമാർ. അതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 75% A ഗ്രേഡ് ഓപ്പറേറ്റർമാർ. അത് കുറച്ചൊരു 10-15%, വളരെ കുറച്ച് ശതമാനം 10% ഈ പറയുന്ന C ഗ്രേഡ് ഓപ്പറേറ്റർമാർ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ C ഗ്രേഡും B ഗ്രേഡും ഓപ്പറേറ്റർമാരെ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. കാരണം എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 തരം ഡ്രൈവർമാരുണ്ട്. ഒന്ന് വീടുകളിൽ, ഒന്ന് ഈ പാവാടയിലേക്ക് വണ്ടി അടിക്കുന്ന ഡ്രൈവർമാർ, അതും ഡ്രൈവറാണ്. പിന്നെ ഒന്ന് നമ്മൾ ഈ ഷോപ്പുകളൊക്കെ നടത്തുന്ന ബോട്ടിക്യൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന നമ്മളിവിടെ കാണുന്നത് അത്. മറ്റൊന്ന് സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രൈവർമാർ. 3 എണ്ണം. ചിലപ്പോൾ നമ്മളൊക്കെ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ ബ്രാൻഡഡിന്റെ എടുത്ത സമയത്ത് നമുക്ക് ഭയങ്കര കംഫോർട്ടായിരിക്കും. അത് ഒറ്റ റീസൺ ആണ്, നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആ ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടിയ ഓപ്പറേറ്റർമാർ ചെയ്യുമ്പോൾ അതിന് വേറൊരു പേരിലാണ് അവർ സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമുക്ക് അവർ ആ രീതിയിലേക്ക് എത്തിക്കണം പറഞ്ഞ് കഴിഞ്ഞ ഒരു കുറെ ദിവസങ്ങളായി അവർക്ക് ഫുൾ ട്രെയിനിങ് കൊടുത്തു. ഇപ്പൊ അവർക്ക് സിയിലുള്ളവരടക്കം നമ്മൾ A ഗ്രേഡ് ഓപ്പറേറ്റർമാരാക്കി. ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ ഓൾറെഡി ചാലുവായി കഴിഞ്ഞു. അതിനുശേഷമാണ് സുഭാഷ് സാർ ഒരു ദിവസം ഞാൻ സുഭാഷ് സാറിനെ അങ്ങോട്ട് വിളിക്കാം. അപ്പൊ നമ്മൾ കുറച്ച് മെറ്റീരിയൽസിനെ കുറിച്ച് ആവശ്യമുണ്ട്. അപ്പൊ സുഭാഷ് സാറിനെ വിളിച്ചപ്പോഴേക്ക് പിന്നെ സുഭാഷ് സാർ വേറൊരു ചാലുമായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അദ്ദേഹം പെട്ടെന്ന് ഇതൊക്കെ ക്യാച്ച് ചെയ്യും ഈ കാര്യങ്ങൾ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് അപ്പൊ എന്നോട് സുരേഷ് എന്താ പരിപാടി ചോദിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് വളരെ സൈലന്റായി. കാരണം നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞ് വളരെ സൈലന്റായി ഒരു സൈഡിലേക്ക് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇങ്ങനെ ആൾക്കാരുടെ ഇതൊക്കെ പാർട്ടി കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം സുഭാഷ് സാർ പറഞ്ഞു നമുക്ക് അങ്ങനെ പറ്റില്ല, ഇത് കുറച്ചും കൂടെ ഒരു വൈഡായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ബാലകൃഷ്ണൻ സാറും സുഭാഷ് സാറും നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് അപ്പം ബാലകൃഷ്ണൻ സാറിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സുഖകരമായിട്ടും വ്യവസായത്തിന്റെ ഇങ്ങനെ എത്രയോ ആൾക്കാരെ കണ്ടു. എന്റെ അടുത്ത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അപ്പം പിന്നെ ഇവര് ഒന്ന് ഇത് കേൾക്കും, പിന്നെ ഇതേവിടെ കേട്ടി ഇതേവിടെ വിടും, അത്രയേ ഉള്ളൂ വിചാരിച്ചു. പക്ഷെ ബാലകൃഷ്ണൻ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം വീട്ടിലെത്തി എന്നെ തിരിച്ചു വിളിച്ചു. ഈ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മളും വിചാരിക്കുന്നത് വേറെ രീതിയിലാണ്. ഇവരെന്താ ഇങ്ങനെ ഇതൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലും
കാര്യമാണോ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും. പക്ഷെ ബാലകൃഷ്ണൻ സാറിന് ഞാൻ പറയാൻ നിങ്ങളോട് വളരെ അദ്ദേഹം ഇരുത്തി കൂടെ പറയുന്നില്ല, ഇത്തരത്തിലുള്ള ജനുവനായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സംശയവുമുണ്ട് ഏത് ബിസിനസ് ചെയ്യും. വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സിനിമാ നടൻ കൂടിയായിട്ട് പി കുഞ്ഞേഷ് നടക്കാവില്ല. എന്നാത്താൻ കേസോട് നല്ല സിനിമയിലെ ജഡ്ജിയായിട്ട് കുഞ്ഞേഷ് മറ്റാള് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെടുന്നു. അദ്ദേഹം പിന്നെ അവിടെയുള്ള ആ വാർഡിലുള്ളതും പരിസരത്തുള്ള ആൾക്കാരൊക്കെ ബന്ധപ്പെടുന്നു. അവരൊരു വാട്സാപ്പ് ഇതേപോലെ മെസ്സേജ് അയക്കുന്നു. ഒരു മീറ്റിംഗ് പെട്ടെന്ന് തന്നെ വിളിച്ചു കൊടുത്തു. ഞാൻ സാറും അതുപോലെ തന്നെ ബാലകൃഷ്ണൻ സാർ അവിടെ പോയപ്പോൾ ഏകദേശം 150 ആൾക്കാർ അവിടെയും. അത് എന്റെ വീട്ടിൽ അത്രേ ഉള്ളൂ. 1/4 മണിക്കൂർ ഈ 350 ആളെ എന്റെ വീട്ടിൽ വന്ന 350 ആൾക്കാർ കൂടാതെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെ അവിടെ 150 ആൾക്കാർ റെഡിയായി ഇരിക്കുന്നുണ്ട്. അവരെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ട്രെയിനിങ് കൊടുത്ത് ഇന്നലെ അവർക്കുള്ള ഏകദേശം അവരുടെ ഫീസുകൾ കട്ട് ചെയ്ത് ഇന്നലെ ആ ഒരു ട്രെയിനിങ് കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാലകൃഷ്ണൻ സാറിനെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെ വൈകുന്നേരം വേറെ നോട്ടീസ് വരുന്നുണ്ട്. കിനാനൂർ കരിന്തൽ അടുത്ത പരിപാടി അടുത്ത 150 ആൾക്കാർ നമ്മളിപ്പോ പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ഏകദേശം 10-15,000 പീസ് മാക്സിമം ഒരു ദിവസം. അപ്പം ഈ 15,000 പീസ് വേണമെങ്കിൽ 15,000 ആൾക്കാർ നമുക്ക് അവര് 15,000 പീസ് വേണമെങ്കിൽ നമുക്ക് ഏകദേശം 2-3,000 ആൾക്കാരും വേണം. ഒരാളൊരു 5 പീസ് വെച്ചടിച്ച് തന്നെ നമുക്കൊരു 3,000 ആൾക്കാർ നമുക്ക് ആവശ്യം. ഈ 10 ആൾക്കാർക്ക് നമുക്ക് പണി കൊടുക്കാം. പണി കൊടുക്കുന്നത് മാത്രമല്ല, ഈ 3,000 കുടുംബങ്ങൾ നമ്മളെ ഉപയോഗിക്കും. ഞാൻ അവരോട് പറഞ്ഞു, ഈ 3,000 കുടുംബങ്ങൾ കല്യാണം ക്ഷണിക്കാൻ നോക്കി നമുക്ക് നിൽക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം ഇവരെ നമുക്ക് നല്ലൊരു ബന്ധമായി. കാരണം എന്റെ സ്വന്തമായിട്ടുള്ള ഓപ്പറേറ്റർമാര് 350 ആളുണ്ട്. ഇവരിപ്പോ വൈകുന്നേരം ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാൻ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക, ട്രെയിനിങ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട്. കാരണം അവരുമായിട്ട് നമ്മൾ വലിയൊരു ആത്മബന്ധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ആൾക്കാർക്ക് നമ്മൾ പണി കൊടുക്കുകയാണ്. അപ്പം ഈ പറയുന്ന പല സ്ഥലങ്ങളിലും ഈ പറയുന്ന കാസർഗോഡ് ജില്ലയുടെ ഭാഗങ്ങളിലും കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആവശ്യക്കാര് ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ട് തീരുമാനിച്ചു ഈ നെറ്റ്വർക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം, അല്ലെ? ഈ നെറ്റ്വർക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്തെങ്കിലും ചെറിയൊരു പ്രൊഡക്റ്റ് ഉണ്ട് തീരുമാനിച്ചു. എനിക്ക് കുറച്ച് ദിവസം മുന്നേ ശ്രീലങ്കൻ എയർലൈൻസിന്റെ അവരുടെ ഒരു ടൂർ ഉപയോഗിച്ച് ചെയ്യാൻ ഒരു കിറ്റ് ഓർഡർ ശ്രീലങ്കൻ എയർലൈൻസ് എന്റെ കമ്പനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 ലക്ഷം പീസാണ്. ചെറിയ 5 രൂപയിൽ സ്റ്റിച്ച് ചെയ്ത് ശ്രീലങ്കൻ എയർലൈൻസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ പീസ് എടുത്ത് നമ്മൾ ദിനേശിനെ അടിച്ചു, കേരള ദിനേശ് വെച്ചാനായിട്ട്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അങ്ങനെ വന്ന് ചെറിയ സാധനം ചെറിയൊരു അടിക്കുമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ദിനേശ് കൊടുക്കുന്നത് കൂടാതെ ഈ 3 ആൾക്കാർക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ ആ പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വലിയൊരു സാധ്യത നമ്മൾ തുറന്നിട്ടുണ്ട്. അത് എന്റെ ഒരു കഴിവ് മാത്രമല്ല, അത് ഇവര് പിന്നെ ഇത് നല്ല രീതിയിൽ ഇവര് ബാലകൃഷ്ണൻ സാറിന്റെ സുഭാഷ് സാറിന്റെ ഏറ്റവും സപ്പോർട്ട് അതിന് പിന്നിലുണ്ട്. നമ്മളെ പോലെ ഒരു സംരംഭങ്ങൾ ഞാൻ പറയാൻ ഞാൻ കോളേജിൽ രാഷ്ട്രീയത്തിലൊക്കെ ഇതായിരുന്നു പറഞ്ഞു. ഞാൻ അതിനെ മോശമായി കാണുന്ന ഒരാളല്ല.